ഗസ നഗരത്തിലേക്ക് ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിക്കുകയാണ്. ഗസയിലെ നേർക്കാഴ്ചകൾ 24 പ്രൈം ടൈമിൽ ഗസയിലെ നാസർ ആശുപത്രിയിൽ നിന്ന് മലയാളിയായ ഡോക്ടർ എസ് സന്തോഷ് കുമാർ പങ്കുവച്ചു. ചോര വാർന്നെത്തുന്ന രോഗികളെ കിടത്താൻ കിടക്ക പോലുമില്ലാതെ ബുദ്ധിമുട്ടുന്നതിന്റെ വിവരങ്ങളാണ് ഡോക്ടർ സന്തോഷ് കുമാർ 24-ലൂടെ പറഞ്ഞത്. ഗസയിലെ അൽമവാസിയിലെ ഫീൽഡ് ഹോസ്പിറ്റലായ നാസർ ആശുപത്രിയിലാണ് സന്തോഷ് കുമാർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നിലവിൽ അവശേഷിക്കുന്ന ഏക വലിയ സർക്കാർ ആശുപത്രിയാണിത്. നേരത്തെ പലപ്പോഴായി ആക്രമണം നേരിട്ട സ്ഥാപനം. ആശുപത്രിക്ക് മേൽ ബോംബ് വർഷിച്ച് 500-ലധികം ആളുകൾ മരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ബോംബ് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ വീഴുകയും ഏകദേശം 50ഓളം ആൾക്കാർ മരിക്കുകയും അതിനകത്ത് ഡോക്ടർമാരും നഴ്സുമാരും അടക്കമുള്ള വളരെ വലിയ ഒരു സംഘമാണ് വാസ്തവത്തിൽ അത് ആ ഒരു സമയത്ത് മരിച്ചു വീണത്. ഒരു മാസത്തിലധികമായി ഡോക്ടർ സന്തോഷ് കുമാർ പ്രവർത്തിക്കുന്ന നാസർ ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിലെ റെഡ് ഏരിയയിൽ മാത്രം 150-ലധികം ആളുകളാണ് ഇപ്പോഴുള്ളത്. ലഭ്യമാകുന്ന സംവിധാനങ്ങൾ വെച്ച് പരിമിതമായ ചികിത്സ മാത്രമാണ് നൽകുന്നതെന്നും ഡോക്ടർ സന്തോഷ്. ഭക്ഷ്യവസ്തുക്കൾ പോലും ലഭിക്കുന്നില്ലെന്നും സന്തോഷ് കുമാർ പറയുന്നു. ഭക്ഷണ സാധനങ്ങൾ ഒന്നും തന്നെ കിട്ടാറില്ല. അപ്പോൾ ഭക്ഷണ സാധനങ്ങൾക്കാണ് അതിഭയങ്കരമായ വിലയുമാണ്. ഒരു കിലോ പഞ്ചസാരയ്ക്ക് $100, അതായത് 8000-ലധികം രൂപയാണ് ഒരു കിലോ പഞ്ചസാരയ്ക്ക് മാത്രമാവുന്നത്. ഒരു കിലോ ആട്ടയ്ക്ക് ഏകദേശം $40 ഉള്ളത്. ഭക്ഷ്യവിതരണ സ്ഥലത്ത് നടക്കുന്ന വെടിവെപ്പിലാണ് ഏറ്റവും അധികം ആളുകൾ മരിക്കുന്നതെന്നും താമസ സ്ഥലം പോലും ഇല്ലാതെ ടെന്റുകളിലാണ് രോഗികളെ താമസിപ്പിക്കുന്നതെന്നും ഡോക്ടർ പറഞ്ഞു. ഒരു ദിവസം 20ഓളം സർജറികളാണ് ഡോക്ടർ സന്തോഷ് കുമാർ നടത്തുന്നത്. ഗസ സിറ്റിയിൽ നടക്കുന്ന കടുത്ത സൈനികാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നവരാണ് നാസർ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്നത്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.